ഗൈസ് ഞങ്ങള് കറുപ്പ് ഫിലിം കണ്ട് ഞങ്ങളെ ഫേസ് കാണുന്നുണ്ടാവില്ല, കാരണം ഞങ്ങൾ ഇരുട്ടത്താണ്, ബൈക്കുമലാണ്. അപ്പൊ മടങ്ങി പോരുമ്പോഴാണ് ഞങ്ങള് കറുപ്പ് കണ്ട് അയ്യോ കറുപ്പ് കണ്ട് നമ്മള് നൈറ്റ് ബൈക്കുമലാണ് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചില ഭാഗത്ത് ഇരുട്ടേക്കാരം പറയുന്നത് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐഷു പറഞ്ഞാല് കറുപ്പല്ല കണ്ടത്, അതുകൊണ്ട് ഇരുട്ടത്തായിക്കോട്ടെ അല്ലെ, കറുപ്പിലന്നെ ആയിക്കോട്ടെ അല്ലെ റിവ്യൂ. അപ്പൊ ടോട്ടലി നമ്മൾ പടത്തിന്റെ റിവ്യൂ എടുത്തു കഴിഞ്ഞാല് പടം കാണാം, ടിക്കറ്റ് മുതലാവും. ഓക്കെ, പ്രത്യേകിച്ച് സൂര്യനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പോയി കാണാം. നല്ല മാസ് പടമാണ്. സൂര്യ പല വേഷങ്ങളിലായിട്ട് വരുന്നുണ്ട്. സൂര്യനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, സൂര്യനെ കാണണമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾക്ക് കേൾക്കേണ്ട അറിയില്ല, സൂര്യനെ കാണണമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പോവാം. കാരണം സൂര്യനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. നല്ല അതെ അതെ, അതായത് അതിന്റെ മ്യൂസിക് ചെയ്തത്, BGM സംഭവം ചെയ്തത് സായിയോ അങ്ങനത്തെ ഇസായിയോ അങ്ങനത്തെ പേരാണ്, ഞങ്ങൾക്ക് കറക്റ്റ് പേരറിയില്ല. പക്ഷെ ഓരോ കുറെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നൈസാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ആ ഒരു തീമും കാര്യങ്ങളും BGM കാര്യങ്ങളൊക്കെ പടത്തിന് കൊണ്ട സംഭവമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ടച്ച് ആവണില്ല. ആ ഒരു സംഭവം മാത്രമുണ്ട്. പക്ഷെ ടിക്കറ്റ് എടുത്താൽ മുതലാവും. പടം നൈസാണ്. അതായത് സൂര്യന്റെ ആ ഒരു മാസും നമുക്ക് നല്ല നല്ല എന്താ പറയാ, അതെ അതെ. എനിക്ക് ചില ഭാഗങ്ങളിൽ കാന്താര ടച്ച് തോന്നി. കാന്താര ഫിലിം കണ്ടിടോ, ഞാൻ കണ്ടിന്. അപ്പൊ ആ ഒരു ടച്ച് തോന്നി എനിക്ക് ചില ഭാഗങ്ങളിൽ. കണ്ടോര് പറയട്ടോ, കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നൊന്ന് അറിയിക്കേണ്ടി. പടം നൈസാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് OTT വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇത് കിട്ടണമെന്നില്ല. പിന്നെ കുറെ ആളുകൾ പടത്തിന് നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് നമ്മൾ കണ്ടേ. അപ്പോൾ അത്ര വലിയ നെഗറ്റീവ് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഐശ്വര്യ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് എന്താ പറയാ? ഫസ്റ്റ് ഹാഫ് തീയാണല്ലേ ഐശ്വോ? ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. അതേമാതിരി സൂര്യന്റെ ഇൻട്രോ കാര്യങ്ങള് അടിപൊളിയാണ്. ട്രിഷ നൈസായിട്ടുണ്ട്. പിന്നെന്താ പറയാ, അതെ ട്രിഷ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കുറച്ചിങ്ങനെ കണ്ടപ്പോ സൂര്യ ഇല്ലേ, സൂര്യ എവിടെ. പിന്നെ സൂര്യന്റെ വന്നപ്പോ സൂര്യന്റെ അയിഞ്ഞാട്ടം തന്നെയാണ്, ഇടുക്കാച്ചി പടേന്. പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സ്റ്റോറിയിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കിയാണ്ട് നമ്മൾ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ, കോടതി കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ അല്ലേ ഐശോ? പക്ഷെ എന്താണ് പറയാ, പടം സ്റ്റോറി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. 10 5 കൊടുക്കും ഞാൻ. സൂര്യന്റെ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ ഞാനൊരു 10 10 കൊടുക്കും. കാരണം സൂര്യന്റെ ഒരു എങ്ങനെ, അതെ അതെ അതെ. പിന്നെ നമുക്ക് ഈ പടം കാണുമ്പോണ്ടല്ലോ, നമ്മൾ കണ്ട പടത്തിന്റെ പേര് പറയണില്ല, വേറെ കുറെ പടങ്ങൾ ഇതിലേക്ക് നമുക്ക് വരും. ആ ഒരു ടച്ച് വരും. ആ പടങ്ങൾ എടുത്തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ വേഷം ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഐശ്വര്യോട് പറഞ്ഞു, ആ പടം കണ്ടിട്ട് എനിക്ക് കാണിക്കാൻ പോണേ ഐശോ. അതെ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. നൈസാണ് മൂവി. ഞാൻ പറയണില്ല, നമ്മൾ പോയി കണ്ട് നമ്മുടെ CM-ന്റെ ഒരു പടം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം ഞാൻ പറഞ്ഞുതരാം. CM-ന്റെ ഒരു പടം, CM എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വിജയിന്റെ ഒരു പടം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് നൈസായിട്ടുണ്ട്. ആ ഭാഗം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഐശോ, നല്ല ഇഷ്ടമായി. കാരണം ആ ഭാഗം എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായില്ലേ? അതിലെ സൂര്യന്റെ ആ പടത്തിൽ ആ വില്ലരെ കൊണ്ടുവന്നതും ആ ഒരു ഭാഗം അതൊരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടാവൂലെ ആ ഈ ഭാഗം. അടിപൊളിയാണ്, നൈസായിട്ടുണ്ട്. പ്രത്യേക ഇതിൽ എടുത്ത് പറയാനുള്ളത് ട്രിഷ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, സൂര്യ, നിങ്ങൾക്ക് സൂര്യന്റെ കഴിഞ്ഞു പോയ പടങ്ങൾ, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷം വന്ന പടമല്ല, എനിക്ക് സൂര്യന്റെ പഴയ ഫിലിമുകൾക്ക് എടുത്ത് നോക്കുമ്പോൾ സൂര്യനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു മാസ് കാര്യങ്ങള്, ഒരുപാട് ആളുകൾ ഭയങ്കര നെഗറ്റീവ് റിവ്യൂകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇത്ര വലിയ നെഗറ്റീവ് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, അല്ല ഐശോ? പക്ഷേ പടം നൈസാണ്, അടിപൊളിയാണ്. പോയി കാണാം, ഒരിക്കലും നഷ്ടമാവൂല. ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്താ പറയാ, ഒരു മാസ്, ഒരു റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയുമല്ലോ, അത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നൈസാണ് പടം. ഓക്കെ.